Hello everyone, welcome to delicious recipes. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് കറിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ 1 കപ്പ് ഗ്രീൻ പീസാണ് ഞാനിവിടെ എടുത്തത്. ഇത് ഫ്രഷ് ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഞാനിത് വെള്ളത്തിലൊന്നും കുതിർത്ത് വെച്ചിട്ടില്ലായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു പൊട്ടറ്റോയും കൂടെ ചേർക്കുന്നുണ്ട്. പൊട്ടറ്റോ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുക്കർ അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്രീൻ പീസിനനുസരിച്ച് ഇത് വേവിച്ചെടുക്കുന്ന സമയത്തിൽ കുറച്ച് വ്യത്യാസം വരും. ഞാനിവിടെ ഫ്രഷ് ഗ്രീൻ പീസ് എടുത്തത് കാരണം ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഗ്രീൻ പീസ് കറി തയ്യാറാക്കാനായിട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചൂടാക്കാൻ വെച്ചത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചാലും മതി. 2 ഉണക്കമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഒരു സവാള നമുക്കിതിലേക്ക് ചേർക്കാം. ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴന്ന് വരുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 2 പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കണം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത്. ഇനി ഈ പൊടിവകകളെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 തക്കാളി ചേർക്കാം. തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ഒന്ന് അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. തക്കാളി ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 3/4 കപ്പ് ചൂടുവെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇത് ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല, അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഞാനിവിടെ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെ തന്നെ ഈ കറി നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ ഈ ഗ്രീൻ പീസ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് എന്നുള്ള ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.